അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് റജബ് എന്ന മാസത്തിനെ പറ്റിയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ഷഹബാൻ വ ബല്ലിഗ്നാ റമളാൻ. അള്ളാഹുവെ, റജബിലും ഷഹബിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് തരണമേ, റമളാനിൽ ഞങ്ങളെ നീ എത്തിക്കണമേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. ശരിക്കും പവർഫുള്ളായിട്ടുള്ളൊരു ദുആ ആണ്. ഞാൻ എല്ലാ റജബ് മാസം തുടങ്ങുമ്പോഴും ഈ ദുആ എപ്പോഴും പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ നിമിഷം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ എത്തിച്ചിട്ടുമുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് പടച്ചവനോട് ഈ ദുആ ചൊല്ലുക. ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റമളാനിൽ എത്തിക്കും. അതിൻ്റെ ബർക്കത്ത് നമുക്ക് തരികയും ചെയ്യും. ഇനി ചെറിയൊരു ജീവിതകഥയാണ്, വേറെ ആരെയുമല്ല, എൻ്റെ ജീവിതകഥ. ഞാൻ പലപ്പോഴും ഇതിനകത്ത് വീഡിയോ ഇടുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർ പല കമൻറ്റ് വായിക്കുമ്പോഴും എൻ്റെ ജീവിതകഥ മറ്റുള്ളവരോട് പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. വേറൊന്നുമല്ല, ഞാനിത് നിങ്ങളോട് പറയാനുള്ള പ്രധാന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ്. ഒരു 2 വർഷം മുമ്പ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരു 2 വർഷം മുമ്പ് ഒരു വെള്ളിയാഴ്ച രാത്രി ഞാനിരുന്ന വണ്ടിയിൽ വന്ന് വേറൊരു വണ്ടി വന്ന് ഇടിച്ച്, ആ വണ്ടിയിൽ പെട്ടെന്ന് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് വെളിയിൽ പോയ ഒരാളാണ് ഞാൻ. അപ്പം തന്നെ എൻ്റെ ബോധമൊക്കെ പോയി. ഞാൻ എങ്ങനെ പോയാലും ആശുപത്രിയിൽ ഒരു 6 days എങ്കിലും ഞാൻ ICUവിൽ കിടക്കേണ്ടി വന്നു. 2 മാസം ബെഡിലും. ഒരിക്കലും രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നോ അറിയാത്തൊരവസ്ഥ കിടന്ന ഒരാളാണ് ഞാൻ. പറയാനാണെങ്കിൽ പരുക്കൾ വളരെ അധികമാണ്. തലയ്ക്കകത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. തലയുടെ ഒരു ഭാഗം പൊട്ടിപ്പോയി. എൻ്റെ കൈയുടെ വലിയ എല്ലൊടിഞ്ഞു, വാരിയിലൊടിഞ്ഞു, കാലൊടിഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സമയം. ഈ അപകടം നടന്നത് എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല കേട്ടോ. എന്നേക്കുമായ ഇടിയോടുകൂടി ആ സമയത്തെ കുറച്ച് നേരത്തേക്ക് അത് ഞാൻ എന്നേക്കുമായിട്ട് മറന്നു പോയിട്ടുണ്ട്. ഇന്ന് ഓർത്താലും ആ ഇടി ഓർമ്മയുണ്ട്. ഇടിക്ക് ശേഷം നടന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓർമ്മയില്ല. പക്ഷെ അത്രയും വലിയ സംഭവം വന്നിട്ടും എനിക്ക് ബോധം തിരിച്ചു കിട്ടിയ സമയത്തും എനിക്ക് പേടിയെന്ന് പറയുന്ന ഒരു സംഭവമേ എൻ്റെ മനസ്സിലുണ്ടായില്ല. സാധാരണ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പേടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായിട്ട് പോലും എനിക്ക് ഒരു രീതിയിൽ പേടി എൻ്റെ മനസ്സിൽ വന്നില്ല. അപ്പം ബോധമെല്ലാം വന്നു കഴിഞ്ഞപ്പം ആണ് ഞാൻ എൻ്റെ മുറിവുകൾ ശരീരത്തിലില്ല, തലയ്ക്കകത്തും ശരീരത്തിലും ഒക്കെ അകത്താണ് പ്രശ്നങ്ങൾ, വെളിയിലായിട്ട് ഒരു മുറിവും കാണാനില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ വളരെയധികം ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ പടച്ചോനെ, ചിലപ്പോൾ മരണമായിരിക്കാം അള്ളാഹു എനിക്ക് വെച്ചത്, അതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ രക്ഷിച്ചല്ലോ എന്ന് നന്ദിയാണ് ഞാൻ സത്യത്തെ ആദ്യം റബ്ബിനോട് പറഞ്ഞു. ഈ തലയ്ക്കകത്ത് വന്ന ബ്ലീഡിങ് സാധാരണ